നമ്മളിനി നെക്സ്റ്റ് 4th മോഡ്യൂളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 4th മോഡ്യൂളിൽ ഫങ്ഷണൽ ലാംഗ്വേജിനെ പറ്റിയിട്ടും ലോജിക്കൽ ലാംഗ്വേജിനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഫങ്ഷണൽ ലാംഗ്വേജ് എന്തൊക്കെ പഠിക്കണം, ലോജിക്കൽ പ്രോഗ്രാമിൽ എന്തൊക്കെ പഠിക്കണം. ഓക്കെ, lambda calculus, overview of schema, strictness and lazy evaluation, streams and monads, higher order function, logic programming in prologue, limitations of logic programming. ഇതാണ് നമ്മൾ പഠിക്കേണ്ട, നമ്മൾ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ. നെക്സ്റ്റ് നമ്മൾ കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ പഠിക്കാൻ പോവാണ്. ഓൾറെഡി നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി കുറേ ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ട്. ഇമ്പറേറ്റീവ് ലാംഗ്വേജസ് അല്ലെങ്കിൽ പ്രൊസീജിയറൽ ലാംഗ്വേജസ്, അതിന് എക്സാമ്പിളാണ് CPP ഒക്കെ. ഇമ്പറേറ്റീവ് ലാംഗ്വേജസ് അല്ലെങ്കിൽ പ്രൊസീജിയറൽ ലാംഗ്വേജസിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അതുപോലെ ഫങ്ഷണൽ ലാംഗ്വേജസിന് എക്സാമ്പിളാണ് ഹസ്കൽ, ലിസ്പ്, സ്കീം, ML. ഇതൊക്കെ ഫങ്ഷണൽ ലാംഗ്വേജസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ്, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസിന് എക്സാമ്പിളായിട്ട് CPP, ജാവ, C#, ഇതൊക്കെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് ആണ്. ലോജിക്കൽ ലാംഗ്വേജസ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് പ്രലോഗ്. അതൊക്കെ ലോജിക്കൽ പ്രോഗ്രാമിങ്ങിന് എക്സാമ്പിളായിട്ട് വരുന്ന ലാംഗ്വേജസ് ആണ്. നെക്സ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ജാവ സ്ക്രിപ്റ്റ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാറ്റഗറീസ് ഓഫ് ലാംഗ്വേജസ് ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഇമ്പറേറ്റീവ് ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസിനെ പറ്റി അറിയാം, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ പറ്റി അറിയാം. നമ്മൾ അറിയാത്ത 2 ലാംഗ്വേജസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലാംഗ്വേജസ് ആണ് ഫങ്ഷണൽ ആൻഡ് ലോജിക്കൽ. അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഫങ്ഷണൽ ലാംഗ്വേജസും അല്ലെങ്കിൽ ലോജിക്കൽ ലാംഗ്വേജസിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ ഈ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ബേസ്ഡ് ഓൺ എന്താണ്, സിംബോളിക് കമ്പ്യൂട്ടേഷനും ലിസ്റ്റ് പ്രോസസ്സിങ്ങും ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഫങ്ഷണൽ ലാംഗ്വേജസ് ആർ സ്പെസിഫിക്കലി ഡിസൈൻ ടു ഹാൻഡിൽ സിംബോളിക് കമ്പ്യൂട്ടേഷൻ ആൻഡ് ലിസ്റ്റ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ. ഫങ്ഷണൽ ലാംഗ്വേജസ് ബേസ്ഡ് ഓൺ മാത്തമെറ്റിക്കൽ ഫങ്ഷൻ ആണ്. നമ്മൾ ഫങ്ഷണൽ ലാംഗ്വേജസിൽ എല്ലാ കാര്യങ്ങളും ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ബേസ്ഡ് ഓൺ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അത് നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ, എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ഫങ്ഷണൽ ലാംഗ്വേജസിന് എക്സാമ്പിൾസ് ലിസ്പ്, ഹസ്കൽ, സ്കീം, ഇതൊക്കെ ഫങ്ഷണൽ ലാംഗ്വേജസിന് എക്സാമ്പിളാണ്. ഫങ്ഷണൽ ലാംഗ്വേജ് ബേസ്ഡ് ഓൺ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ആണെങ്കിൽ ലോജിക്കൽ ലാംഗ്വേജ് ബേസ്ഡ് ഓൺ പ്രെഡിക്കേറ്റ് ലോജിക്കാണ്. പ്രെഡിക്കേറ്റ് ലോജിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ലോജിക്കൽ പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. ഫങ്ഷണൽ ലാംഗ്വേജ് ഈസ് ബേസ്ഡ് ഓൺ മാത്തമെറ്റിക്കൽ ഫങ്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ഫങ്ഷണൽ ലാംഗ്വേജസിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോവാണ്. അപ്പോൾ ഫങ്ഷണൽ ലാംഗ്വേജസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈസ് ബേസ്ഡ് ഓൺ മാത്തമെറ്റിക്കൽ ഫങ്ഷൻ. ഫങ്ഷണൽ ലാംഗ്വേജസിൻ്റെ കമ്പ്യൂട്ടേഷൻ ഒക്കെ ചെയ്യുന്നത് ലാംഡ കാൽക്കുലസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. എന്താണ് നമ്മൾ ലാംഡ കാൽക്കുലസ് എന്ന് പഠിക്കും. ഓക്കെ, അതുപോലെ ഈ ഫങ്ഷണൽ ലാംഗ്വേജസിന് നമ്മളിപ്പോൾ ഫങ്ഷണൽ ലാംഗ്വേജസിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഇൻ ബിറ്റ്വീൻ എന്താണ്, ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഉണ്ടാവില്ല, ഇന്റേണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഒഴിവാക്കാം, സൈഡ് എഫക്റ്റ് ഒഴിവാക്കാം. നമ്മൾ ഇമ്പറേറ്റീവ് ലാംഗ്വേജസിലൊക്കെ സൈഡ് എഫക്റ്റ് വരാം. കാരണം നമ്മുടെ ഒരു വാരിയബിളിന് ഒരു വാല്യൂ നിങ്ങൾ അസൈൻ ചെയ്തു, ആ വാല്യൂ വെച്ചിട്ടാണ് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ആ വാല്യൂവിനൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഓൾറെഡി നമ്മൾ സൈഡ് എഫക്റ്റ് എന്താണെന്നൊക്കെ പഠിച്ചതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം എന്താണ്, ഇവിടെ നമ്മൾ എന്ത് വരുന്നില്ല, സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ ഇന്റേണൽ സ്റ്റേറ്റുകളില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു, ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. അതുപോലെ ഇവിടെ 2 ഇൻപുട്ട് കൊടുത്തു, ആ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയി ഔട്ട്പുട്ട് കൊടുക്കുന്നു. കാരണം ഇത് ഇൻ ബിറ്റ്വീൻ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്റേണലി എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അതുപോലെ ഇന്റേണൽ സ്റ്റേറ്റ് ഇല്ല, ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഔട്ട്പുട്ട് നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന സംഭവം ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ ഫങ്ഷണൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, f(x) = x + 1.
എന്ന് വെച്ചാൽ എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സിന് എന്ത് വാല്യൂ കൊടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ ഔട്ട്പുട്ട് മാറും. എക്സിന് ഇപ്പോൾ നിങ്ങൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ 1+1 ആയിരിക്കും. നിങ്ങൾ എക്സിന് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 2+1. ഡിപ്പെൻസ് ഓൺ ഇൻപുട്ട് ഔട്ട്പുട്ട് അതിനനുസരിച്ച് മാറും. ഓക്കെ, അതിന് ഇടയിൽ വേറൊരു സ്റ്റേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ സ്റ്റേറ്റ്മെന്റ്സോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, എന്താണ് ഫംഗ്ഷൻ? മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x+1 അതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. അതുപോലെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു x+y അതും ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫംഗ്ഷണൽ ലാംഗ്വേജസിൽ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷണൽ ലാംഗ്വേജ് ഡിഫൈൻ ദ ഔട്ട്പുട്ട് ഓഫ് എ പ്രോഗ്രാം ആസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ എന്താണ്, നമ്മൾ ഫംഗ്ഷണൽ ലാംഗ്വേജസിൽ റീകേർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇമ്പറേറ്റീവ് ലാംഗ്വേജസിൽ അല്ലെങ്കിൽ പ്രൊസീജിയർ ലാംഗ്വേജസിൽ നിങ്ങൾ റീകേർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടുതൽ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അത് നമ്മൾ റീകേർഷൻ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ലൂപ്പിംഗ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഫംഗ്ഷണൽ ലാംഗ്വേജസിൽ നമ്മൾ ലൂപ്പിങ്ങിനെക്കാട്ടും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് റീകേർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഓക്കെ, ഫംഗ്ഷണൽ ലാംഗ്വേജസ് റീകേർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷണൽ ലാംഗ്വേജ് ബേസ്ഡ് ഓൺ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷണൽ ലാംഗ്വേജസിൽ ആ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത് ലംഡ കാൽക്കുലസ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ എന്താണ്, ഇതിൽ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇന്റേണൽ സ്റ്റേറ്റ് ഒന്നും ഇല്ല. നമ്മൾ എന്ത് ഇൻപുട്ട് ആണോ കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും ബേസ്ഡ് ഓൺ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. പിന്നെ റീകേർഷൻ നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യും. പിന്നെ ഇതാണ് എക്സാമ്പിൾസ് ഓഫ് ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്: ലിസ്പ്, ഹോപ്പ്, ML, സ്കീം, മിറാൻഡ, ഹസ്കൽ, എർലാങ്. ഇതൊക്കെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. നമ്മൾ ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: പ്യൂർ ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഇംപ്യൂർ ഫംഗ്ഷണൽ ലാംഗ്വേജസും. പ്യൂർ ഫംഗ്ഷണൽ ലാംഗ്വേജസ് ആണെങ്കിൽ പ്യൂർ ഫംഗ്ഷണൽ ലാംഗ്വേജസ് സപ്പോർട്ട് ഫംഗ്ഷണൽ പാരഡിഗം മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് എന്താണ്, അതിൽ നമ്മുടെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പ്യൂർലി ഫംഗ്ഷണൽ ലാംഗ്വേജസ് ആയിരിക്കും. ഫംഗ്ഷണൽ പാരഡിഗംസ് മാത്രമേ അതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ലാംഗ്വേജസ് ആണ് പ്യൂർ ഫംഗ്ഷണൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഇംപ്യൂർ ഫംഗ്ഷണൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് ഫംഗ്ഷണൽ ലാംഗ്വേജസ് സപ്പോർട്ട് ദ ഫംഗ്ഷണൽ പാരഡിഗം ആൻഡ് ദ ഇമ്പറേറ്റീവ് സ്റ്റൈൽ പ്രോഗ്രാമിംഗ്. അതായത് ഇത് എന്തുകൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇമ്പറേറ്റീവ് സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിംഗ് കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഫംഗ്ഷണൽ പ്രോഗ്രാമിങ്ങിനെയാണ് നമ്മൾ ഇംപ്യൂർ ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് classified into two types. First one, pure functional languages. Second one is impure functional languages. Pure functional languages support only the functional paradigm, but impure functional languages support the functional paradigm and the imperative style of programming. അതിന് എക്സാമ്പിൾ ആണ് ലിസ്പ്. ഓക്കെ, ചിലപ്പം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനൊക്കെ എന്താണ് പ്യൂർലി ഫംഗ്ഷണൽ ലാംഗ്വേജസ് ഏതാണെന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ലിസ്പ് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, നമ്മൾ മാറിപ്പോകാൻ പാടില്ല. ലിസ്പ് ഒരു പ്യൂർലി ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് അല്ല, ഇംപ്യൂർ ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. These are the difference between functional programming and object oriented programming. നമ്മൾ ഓൾറെഡി പഠിച്ച കുറേ ഡിഫറൻസുകൾ നമുക്ക് ഇവിടെ പറയാം. എന്താണ്, റീകേർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഫംഗ്ഷണൽ പ്രോഗ്രാമിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ കൂടുതലും ലൂപ്പ് വെച്ചിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. ഫംഗ്ഷണൽ പ്രോഗ്രാമിങ്ങിൽ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാവാം. ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് സപ്പോർട്ട് പാരലൽ പ്രോഗ്രാമിംഗ്, ബട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഡസ് നോട്ട് സപ്പോർട്ട് പാരലൽ പ്രോഗ്രാമിംഗ്. ഇത് ഓൾറെഡി ഞങ്ങൾക്കറിയാം. ഓക്കെ, ഒരിക്കലും പാരലൽ പ്രോഗ്രാമിംഗ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ കാര്യം നമുക്കറിയാം. പിന്നെ എന്താണ്, ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് ഫോക്കസ് എന്ന് പറയുന്നത് വാട്ട് യു ആർ ഡൂയിങ്, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അതല്ല ഫോക്കസ് ചെയ്യുന്നത്, ഹൗ യു ആർ ഡൂയിങ്, എങ്ങനെയാണ് നിങ്ങളത് ചെയ്യുന്നത് എന്നാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗിൽ എക്സിക്യൂഷൻ ഓർഡർ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പക്ഷെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ എക്സിക്യൂഷൻ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പറേറ്റീവ് ലാംഗ്വേജസ് ആണെങ്കിലും എക്സിക്യൂഷൻ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതും എഴുതാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് ഡിഫറൻസ്. അതായത്
functional programming support parallel programming. Object-oriented OOP does not support parallel programming. Recursion is commonly used in functional programming. Object-oriented programming recursion കൂടുതൽ looping കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Execution order of statement is not important in functional programming, but in case of object-oriented programming, it is important. Functional programming has no side effect, but in the case of object-oriented programming, it may produce side effect. Okay. Functional programming focuses on what you are doing, but in the case of object-oriented programming, it focuses on how you are doing. These are the major difference between functional programming and object-oriented programming. ഇനി നിങ്ങളോട് ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങും ഇമ്പറേറ്റീവ് പ്രോഗ്രാമിങ്ങിന്റെ ഡിഫറൻസും ചോദിക്കുവാണെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് എഴുതാം. അപ്പം ഒബ്ജക്റ്റ് ഓറിയന്റഡിന്റെ കാര്യങ്ങൾ മാറ്റിയിട്ട് അവിടെ ഇമ്പറേറ്റീവ് എഴുതിയാൽ കുറേ കാര്യങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിന്റെയും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെയും ഡിഫറൻസ് ആയിട്ടും പറയാം. ചിലപ്പം ഇതേ ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് എന്തിലും എഴുതാം, ഇമ്പറേറ്റീവ് പ്രോഗ്രാമിന്റെ കേസിലും എഴുതാം. നെക്സ്റ്റ് ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിന്റെ കുറച്ച് ഫീച്ചേഴ്സ്. ഓൾറെഡി നമ്മൾ കുറേ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ആ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അതിൻ്റെ കൂടെ ഇതിൽ ഹൈ ഓർഡർ ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇംപ്ലിസിറ്റ് പാരാമെട്രിക് പോളിമോർഫിസം ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. പവർഫുൾ ലിസ്റ്റ് ഫെസിലിറ്റീസ്, കാരണം ഫങ്ഷണൽ പ്രോഗ്രാമിങ് കൂടുതലും ലിസ്റ്റ് വെച്ചിട്ടാണ് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, ഈ കാര്യം പിന്നെ ഗാർബേജ് കളക്ഷൻ, ഇതൊക്കെ ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇത് കൂടാതെ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളും ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇനി നമ്മൾ എന്താണ് ലാംഡ കാൽക്കുലസ്? ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ബേസ്ഡ് ഓൺ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. അത് തന്നെ ബേസ് ചെയ്തിരിക്കുന്നത് ലാംഡ കാൽക്കുലസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മുന്നേ എന്താണ് ഒരു ഫങ്ഷൻസ്, അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് x+1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഉണ്ട്. ഇനി നിങ്ങൾ 2 ഇൻപുട്ട് കൊടുത്തു, എക്സ് ആൻഡ് വൈ, ദെൻ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് x+y. ഇതൊരു മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. എക്സ് എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്താണ്, 2 ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്താണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതിൻ ബിറ്റ്വീൻ ഇതിനിടയിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് അബ്സ്ട്രാക്ഷൻ ആണ്. കാരണം ദിസ് ബ്ലാക്ക് ബോക്സ് ഈസ് അബ്സ്ട്രാക്റ്റഡ്. കാരണം എന്ത് അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഹൈഡ് ദ ഇന്റേണൽ ഫീച്ചേഴ്സ് ഓഫ് എ പ്രോഗ്രാം. അതായത് എന്താണോ ഹൈഡ് ദ ഇന്റേണൽ ഫീച്ചേഴ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് അമർത്തി കഴിഞ്ഞാൽ കാർ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ എന്താണ്, അത് ഇന്റേണലി എന്ത് നടക്കും നമുക്കറിയില്ല. ഓക്കെ, അത് ഞെക്കുമ്പോൾ നമ്മൾ എന്താണ് ബ്രേക്ക് ചവിട്ടുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അതിന് ഇന്റേണലി എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അതാണ് അബ്സ്ട്രാക്ഷൻ. ഓൾറെഡി പഠിച്ചതാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇത് ഈ ഒരു കാര്യങ്ങൾ നമുക്കറിയില്ല. ഇൻപുട്ട് എന്ത് കൊടുക്കുന്നു അതിന് കറസ്പോണ്ടിങ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ബിറ്റ്വീൻ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ f(x) ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, അത് x+1. അതിനെ നമുക്ക് ലാംഡ കാൽക്കുലസിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. f(x) = x+1 എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെ ഞാൻ ലാംഡ കാൽക്കുലസിലോട്ട് മാറ്റിയിട്ടുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലാംഡ എക്സ് ഡോട്ട് x+1. ഇതാണ് ലാംഡ കാൽക്കുലസിൽ ഇങ്ങനെയാണ് എഴുതുക. x is a parameter and x+1 is a body of the function. Okay, this is the body of the function and this is a parameter x. എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? What do you mean by this lambda? Lambda is a nameless function. Lambda denotes a nameless function. നമുക്കറിയാം, നമ്മൾ സിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ ഒരു നെയിം കൊടുക്കും അല്ലെ? നിങ്ങൾ ഫംഗ്ഷൻ ഒരു നെയിം ഇല്ലേ? ഏതെങ്കിലും ഒരു നെയിം ഇല്ലാതെ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതുന്നു, അതിനൊരു പ്രൈം എന്ന് പറയുന്നൊരു പേരുണ്ട്. ആഡ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എഴുതുന്നു, ആഡ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഒരു നെയിം ഉണ്ട്. അങ്ങനെ നെയിം ഉള്ള ഫംഗ്ഷന് മാത്രമേ നമുക്ക് സിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് വി ക്യാൻ യൂസ് നെയിംലെസ് ഫംഗ്ഷൻ. നമുക്ക് ഫംഗ്ഷന് നെയിം വേണം നിർബന്ധമില്ല. ഓക്കെ, അത് നെയിംലെസ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാംഡ. ലാംഡ ഡിനോട്ട്സ് ദ നെയിംലെസ് ഫംഗ്ഷൻ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഫംഗ്ഷന് പ്രത്യേകിച്ച് നെയിമോ ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ലാംഡ വെച്ച് റെപ്രസെന്റ് ചെയ്തത്. ലാംഡ എക്സ് ഡോട്ട് x+1 ദിസ് എ നെയിംലെസ് ഫംഗ്ഷൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് നെയിം കൊടുക്കാം, അത് നമ്മൾ പിന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗിൽ നമുക്ക് ഫംഗ്ഷന് നെയിം വേണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് f(xy) = x+y. ഈ ഒരു സെയിം സാധനത്തിന് ഞാൻ ലാംഡ കാൽക്കുലസിലോട്ട് മാറ്റിയതാണ്. ലാംഡ എക്സ് ഡോട്ട് ലാംഡ വൈ ഡോട്ട് x+y. ഇതാണ് ഈ ഒരു സാധനത്തെ
നമ്മൾ നമ്മുടെ ഇതിലോട്ട് മാറ്റിയത്, ലാംഡ കാൽക്കുലസിലോട്ട് മാറ്റിയത്. വേറൊരു കാര്യം ഓർമ്മിക്കണം, ഇവിടെ ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് സപ്പോർട്ട് പ്രിഫിക്സ് നൊട്ടേഷൻ. പ്രിഫിക്സ് നൊട്ടേഷൻ ആണ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, ഇവിടെ നമുക്ക് x+1 എഴുതാൻ പറ്റില്ല, ഇതൊരു ഇൻഫിക്സ് നൊട്ടേഷൻ ആണ്. +x1 എഴുതാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് x+1 കാണിച്ചു തന്നുള്ളൂ. ഇനി വരുന്ന എക്സാമ്പിൾസിൽ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഇനി നമ്മുടെ ലാംഡ കാൽക്കുലസിനെ പറ്റിയിട്ട് പറയാൻ പോവാണ്. ലാംഡ കാൽക്കുലസിന്റെ സിൻടാക്സ്. ലാംഡ കാൽക്കുലസിന്റെ സിൻടാക്സ് നമുക്ക് 3 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഓർ E1 E2 ഫംഗ്ഷൻ ആപ്ലിക്കേഷൻ ആവാം, ഓർ ലാംഡ എക്സ് ഡോട്ട് ഇ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതിനെയാണ് ഫംഗ്ഷൻ ക്രിയേഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ക്രിയേഷൻ ലാംഡ എക്സ് ഡോട്ട് ഇ, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ലാംഡ എക്സ്, എക്സ് ഇസ് എ വേരിയബിൾ, dot e is an expression. That means x+1 is an expression, x+y is an expression. That depends on our program. Okay. E is an expression, x is a variable, lambda is a nameless function. Okay, this is a function creation. നെക്സ്റ്റ്, ഏതെങ്കിലും ഒരു എക്സ്പ്രഷന് ചിലപ്പം എന്തുണ്ടാവും, ജസ്റ്റ് ഒരു വേരിയബിൾ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 2 ഫംഗ്ഷൻ ആപ്ലിക്കേഷൻ ആവാം. ദാറ്റ് മീൻസ് E1 ഡോട്ട് E2. E1 എന്ന് പറയുന്നത് is a function that calls a function that calls another function with the argument E2. E2 is another function. Okay, that means lambda നമുക്ക് 3 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. E equal to x, ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആപ്ലിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ക്രിയേഷൻ ആയിരിക്കാം. ഓക്കെ, ഫംഗ്ഷൻ ക്രിയേഷൻ ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്, ഇ എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ആണ്. അതിന്റെ വേറെ എന്താ ഈ കാര്യങ്ങൾ എന്താ മീൻ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈസ് കോൾഡ് ലാംഡ ആബ്സ്ട്രാക്ഷൻ ആൻഡ് ഈസ് നോൺ ആസ് എ ലാംഡ എക്സ്പ്രഷൻ അൺനെയിംഡ് ഫംഗ്ഷണൽ വാല്യൂ. അൺനെയിംഡ് ഫംഗ്ഷൻ ആണ് ലാംഡ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എന്താണ്, അതിൽ എക്സ് എന്ന് പറയുന്നത് ഫോർമൽ ആർഗ്യുമെന്റ് ആണ്. ഇ ഈസ് എ ഫംഗ്ഷൻ ബോഡി, നമ്മൾ ഓൾറെഡി പറഞ്ഞു. This function can be of without name and single argument. Okay, without name ആയിരിക്കും, നമ്മൾ ഫംഗ്ഷൻ നെയിം ആണെന്ന് നിർബന്ധമില്ല. ഇനി ഇതാണ് ഒരു എക്സാമ്പിൾ ആണ്, ലാംഡ എക്സ് സ്റ്റാർ എക്സ് എക്സ് ഇൻറ്റു എക്സ്. ഇതൊരു ലാംഡ ഫംഗ്ഷൻ ക്രിയേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലാംഡ സിമ്പിളിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതുകയും ചെയ്യാം. ലാംഡ എക്സ് ഇവിടെ പ്രിഫിക്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് എക്സ് ഇൻറ്റു എക്സിന് ഇക്വലന്റ് ആണ്. ഇതാണ് ഫംഗ്ഷൻ ബോഡി. ദിസ് ഇസ് ആൻ ആർഗ്യുമെന്റ്, ദിസ് ഇസ് എ നെയിംലെസ് ഫംഗ്ഷൻ ലാംഡ. ദിസ് ഇസ് വൺ ഓഫ് ദ എക്സാമ്പിൾ. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ നമ്മൾ വേറെ രീതിയിൽ എഴുതിയെന്നുള്ളൂ. ഓക്കെ, ഇത് ഫംഗ്ഷൻ ബോഡിയാണ്, ഇതൊരു ആർഗ്യുമെന്റ് ആണ്, ഇതാണ് ലാംഡ. ഇനി അതിന്റെ ഒരു കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലാംഡ എക്സ് പ്ലസ് എക്സ് എക്സ് 2. That means 2 is a variable, 2 is a parameter. ഈ 2 എന്ന് പറയുന്ന വാല്യൂ എക്സിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. അതിനുശേഷം പ്ലസ് എക്സ് എക്സ് എന്ന് പറയുമ്പോൾ 2 + 2 4 കിട്ടി. ഇനി ലാംഡ എക്സ് എക്സ് 42 23. ദാറ്റ് മീൻസ് എന്താണ്, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്ന വാല്യൂ എന്താണ്, 23 ആണ്. 23 + 42, ദാറ്റ് മീൻസ് ഫൈനൽ വാല്യൂ 65. ഓക്കെ, എക്സിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 23 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ്. അപ്പോൾ 42 + 23 65. ഇനി ലാംഡ എക്സ് വൈ മീൻസ് എക്സിന്റെ വാല്യൂ 23, വൈയുടെ വാല്യൂ 42. ദാറ്റ് മീൻസ് ഈ 23 ആൻഡ് 42 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 23 + 42 65. ഓക്കെ, ഇതാണ് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിലെല്ലാം പ്രിഫിക്സ് നൊട്ടേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഹിയർ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ, ഹിയർ 2 പാരാമീറ്റേഴ്സ് എക്സ് ആൻഡ് വൈ. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ ജസ്റ്റ് ഒന്നും കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ലാംഡ കാൽക്കുലസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ള എക്സാമ്പിൾസ് ഇവിടെ ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ പ്ലസ് 5x 5 6 8 3. ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക, 8 × 3 ചെയ്യും, പിന്നെ 5 × 6 ചെയ്യും, അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യും. ഓക്കെ, അതുപോലെ ഇവിടെയും 5 × 6 ആദ്യം ചെയ്യും, 8 × 3 ചെയ്യും. അതിൻ്റെ ഇവാലുവേഷൻ ഓർഡർ ആണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം 5 × 6 ചെയ്തു, നമുക്ക് 30 കിട്ടി. 8 × 3 ചെയ്തു, 24 കിട്ടി, പ്ലസ് 54. ഇവാലുവേഷൻ ഒക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എക്സാമിന്. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നിട്ട് ഇതിന്റെ ഫൈനൽ വാല്യൂ എന്താണെന്ന് എഴുതാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത്. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് നോക്കാം.
5 into 6 ചെയ്തു 30, 8 into 4 24 plus 30 24 54. ഓക്കെ, ഇനിയാണ് അടുത്തത് നമ്മൾ വേറൊരു കാര്യം കൂടെ പറയുന്നത്. നമ്മൾ ഓൾറെഡി ലാംഡ കാൽക്കുലസ് പഠിച്ചു. അതിൻ്റെ കൂടെ ഇവിടെ ഇനി എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഫ്രീ ആൻഡ് ബൗണ്ട് വേരിയബിൾ. എന്താണ് ലാംഡ കാൽക്കുലസിലെ ഫ്രീ വേരിയബിൾ അല്ലെങ്കിൽ എന്താണ് ബൗണ്ട് വേരിയബിൾ? ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ലാംഡ എക്സ് എക്സ് പ്ലസ് വൈ. നിങ്ങൾക്ക് പ്ലസ് എക്സ് വൈ എന്ന് എഴുതാം, എക്സ് പ്ലസ് വൈ എന്ന് എഴുതി. ഇതിൽ ഇവിടെ ഒരു പാരാമീറ്റർ മാത്രമേ ഉള്ളൂ, എക്സ് ഇസ് എ പാരാമീറ്റർ. ഓക്കെ, ഇവിടെ y എന്ന് പറയുന്ന പാരാമീറ്റർ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തത് എന്താണ്? പാരാമീറ്റർ എക്സ് ആണ്. സോ ദിസ് ഇസ് എ ബൗണ്ട് വേരിയബിൾ ആൻഡ് ദിസ് ഇസ് എ ഫ്രീ വേരിയബിൾ. ഓക്കെ, ഇതാണ് ബൗണ്ട് വേരിയബിൾ, ഇതാണ് ഫ്രീ വേരിയബിൾ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ലാംഡ എക്സ് എക്സ് പ്ലസ് വൈ നമ്മൾ 2 ഇവിടെ കൊടുത്തു. ഇതാണ് ബൗണ്ട് വേരിയബിൾ, 2 മാത്രമാണ് ബൗണ്ട് വേരിയബിൾ. അത് ഏതിൻ്റെതാണ്? എക്സിൻ്റെതാണ്. സോ എക്സിന് 2 വെച്ച് റീപ്ലേസ് ചെയ്തു, 2 plus y. So is the final result. So y is a free variable and x is a bound variable. Okay, this is another example. Lambda x dot lambda y, x plus y plus z. Here x and y are the bound variable and z is a free variable. Okay, x ഉം y ഉം എന്താണ്? ബൗണ്ട് വേരിയബിൾ ആണ്. z is a free variable. Okay, z നെ ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ z is a free variable. Next 3 4. 3 വെച്ചിട്ട് x റീപ്ലേസ് ചെയ്തു, 4 വെച്ചിട്ട് y റീപ്ലേസ് ചെയ്തു. സോ what is the evaluation of this expression? Lambda y. So first നമ്മൾ x നെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, x നെ 3 വെച്ച് റീപ്ലേസ് ചെയ്തു. 3 plus y plus z 4. ഇനി അടുത്ത് എന്ത് ചെയ്തു? 3 നെ y നെ 4 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. 3 plus 4 plus z. ആൻസർ എന്താണ്? 7 plus z. z is a free variable. ഫ്രീ വേരിയബിളിനെ നമ്മൾ എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യില്ല? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഫ്രീ വേരിയബിളിനെ നമുക്ക് വേരിയബിൾ വെച്ചിട്ട് വാല്യൂ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ബൗണ്ട് വേരിയബിളിനെ മാത്രമേ നമുക്ക് വാല്യൂ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രീ വേരിയബിൾ എന്താണ്, ബൗണ്ട് വേരിയബിൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ.